കൊൽക്കത്തയിലെ യുവ ഡോക്ടർ ബലാത്സംഗ കൊലപാതകത്തിലും തുടർന്നുള്ള അക്രമ സംഭവങ്ങളിലും പ്രതിഷേധവുമായി 24 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അടിയന്തര സർവീസുകളും കാഷ്വാലിറ്റിയും പ്രവർത്തിക്കും. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ചേർന്ന്. അർജുൻ, വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ പകലെല്ലാം രൂപപ്പെട്ടു വന്നത്, ഉയർന്നു വന്നത്. അതിന് പിന്നാലെയാണ് കടുത്ത പ്രതിഷേധവുമായി എംഐഎം എത്തുന്നത്. വിവരങ്ങൾ. രതീഷ്, പ്രതിഷേധം ശക്തമാവുകയാണ്. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെ ആയിരിക്കും 24 മണിക്കൂർ പണിമുടക്കെന്ന് പറയുന്നത്. ഇത് അടിയന്തര സർവീസുകളും കാഷ്വാലിറ്റിയും പ്രവർത്തിക്കും. പക്ഷേ OP ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഇലക്ടീവ് സർജറീസ്, അതായത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കുന്ന അടിയന്തരമല്ലാത്ത 24 മണിക്കൂറെങ്കിലും വൈകിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സർജറി അടക്കം മുടങ്ങും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഈ നടപടി ശക്തമാകുന്നവരെ, പ്രത്യേകിച്ചും ഈ സംഭവങ്ങൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തി നടപടി എടുക്കുന്നത് വരെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും തീരുമാനം. മറ്റ് സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കടുത്ത നിലപാടുമായി സംഘടനകളെല്ലാം മുന്നോട്ട് പോകുന്ന IMAയുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധമാണ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.